തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പറയാൻ അവസരം കൊടുക്കരുത്. മനുഷ്യന്മാരുടെ വായൊന്നും മൂടിക്കെട്ടാൻ പറ്റൂല. മനുഷ്യന്മാർ തോന്നിയത് മുഴുവൻ പറയും. അവർ കേട്ടതും കേൾക്കാത്തതും കേട്ടീമ കുറച്ച് കഥ വെച്ചിട്ടും അല്ലാണ്ട് പച്ച നുണ എവിടെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഉണ്ടാവില്ല. അങ്ങനെ പറയും. കാണുന്നവരെ മുഴുവനും കുറ്റം പറഞ്ഞു നടക്കാൻ ഇതിന് മാത്രം കച്ചകെട്ടി ഇറങ്ങിയ ആളുകൾ മനുഷ്യരിലുണ്ട്. അതൊരു സത്യമാണ്. അത് മുസ്ലിമീങ്ങളായ ആൾക്കാർ നമ്മൾ വിചാരിക്കുന്നതിലും ഉണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ എന്ന് മാത്രം നോക്കി നടക്കുകയും അതിന് വല്ല ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ മനുഷ്യനെ കുറ്റപ്പെടുത്തുക ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗമില്ലേ? അവര് മനുഷ്യനൊരു അപകടം വരുമ്പോ, ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോ, ഒരു പ്രയാസം വരുമ്പോ അവര് പറയും അത് അവിടെ നുണ പറഞ്ഞിട്ടുണ്ടായതാണ്. അതെ, ആ മരുമോളെങ്ങനെ ഇടങ്ങാറാക്കിയിട്ട് അമ്മായിമാക്കിന്റെ കാലെങ്ങനെ മുറിഞ്ഞു പോയത്. പാവം അമ്മായിമാർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് പറയും. ജനങ്ങൾ അങ്ങനെയാണല്ലോ, നാട്ടിൽ അങ്ങനെയാണ്. ഏതെങ്കിലും ഉമ്മാക്ക് ക്യാൻസർ വന്ന എപ്പോ വരേണ്ടതാ, എന്തായിരുന്നു തൊള്ള. നമ്മൾക്കറിയോ ആ ഉമ്മ വായ കൊണ്ട് ചെയ്ത തെറ്റിന് അള്ളാഹിനോട് തൗബ ചെയ്തിട്ടുണ്ടാവും. വരുന്ന മുസീബത്തും രോഗങ്ങളൊക്കെ അള്ളാഹിന്റെ അദാബാ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയ്യൂബ് അലൈഹിസ്സലാം ശരീരം മുഴുവനും വ്രണമായി വർഷങ്ങളോളം ത്യാഗം ചെയ്ത് സഹിച്ചുപോയ മഹാനാണ്. എന്ത് തെറ്റിനാ അയ്യൂബ് നബിക്ക് അത് കിട്ടിയത്? തെറ്റ് ചെയ്തിട്ടാണോ അള്ളാഹു രോഗം കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. ചിലർ ബെഡിലായി പോകും, ആക്സിഡന്റ് ആയി കയ്യും കാലും മുറിഞ്ഞത് വരും. മനുഷ്യന്മാർ പറയും ആ കുരുത്തക്കേട് എന്തായിരുന്നു? നമ്മളാണോ അത് പറയേണ്ട ആൾക്കാര്?